Hello students, let us consider the next topic, that is interrupts. An interrupt is a hardware signal that indicates the occurrence of an event. An interrupt may also occur through timers, serial communication, etc. The interrupt may arise due to an illegal opcode fetch, a division by zero result, or an overflow during an ALU operation. A software interrupt may arise in an exceptional condition that may have developed while running a program. The system may prioritize the interrupt services and service them accordingly. Certain interrupt sources are non-maskable and cannot be disabled. Some interrupts are assigned the highest priority during processing. ഇവിടെ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് അത് ഒരു ഹാർഡ്വെയർ സിഗ്നലാണ്. അതായത് ഇപ്പോൾ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഇൻട്രപ്റ്റ് ടൈമേഴ്സ് വഴി ഇൻട്രപ്റ്റ് വരാം, അല്ലെങ്കിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴി ഇൻട്രപ്റ്റ് വരാം. ആൻഡ് ഇവിടെ ഇൻട്രപ്റ്റ് നമുക്ക് ചില കേസിലാണ്, അതായത് ഇപ്പോൾ ഇല്ലീഗൽ ഓപ്കോഡ് ഫെച്ച്, അതായത് ഏതെങ്കിലും ഒരു ശരിയായ രീതിയിലല്ലാത്ത ഓപ്കോഡ് ഫെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സീറോ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, സപ്പോസ് ഒരു ഡിവിഷൻ ബൈ സീറോ എന്നൊരു കണ്ടീഷൻ വരാണെങ്കിൽ ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്യാം. അതുപോലെ തന്നെ ഓവർഫ്ലോ, അതായത് ഇപ്പോൾ ALU ഓപ്പറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഓവർഫ്ലോ വരുന്നുണ്ടെങ്കിൽ, അതായത് സൈസ് ഓഫ് ദ റിസൾട്ട് കൂടുന്നുണ്ടെങ്കിൽ. ആൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് അതേ സമയത്ത് നമുക്കൊരു എക്സെപ്ഷണൽ കണ്ടീഷനിലാണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ഉണ്ടാവുക. ആൻഡ് അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് അത് ഓരോ ഇൻട്രപ്റ്റ് സോഴ്സസിനും അതിനൊരു പ്രയോറിറ്റി കൊടുക്കും. അതായത് ഏതാണ് കൂടുതൽ ആദ്യം, അതായത് ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അതായിരിക്കും ആദ്യം സർവീസ് ചെയ്യുന്നത്. ആൻഡ് സർട്ടൻ പക്ഷേ ചില ഇൻട്രപ്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത് അത് നോൺ മാസ്കബിൾ ആയിരിക്കും, അതായത് അതിന് ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. സോ അതിന് കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ ഹയസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും ഈ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റിന് കൊടുക്കുന്നത്. Now interrupt sources or types, that is the interrupt sources can be hardware or software. Hardware interrupt sources can be from internal peripheral or external peripheral. അതായത് ഇപ്പോൾ ഹാർഡ്വെയർ രണ്ട് ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ് സോഴ്സസ് ഉണ്ടാവാം, അത് ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഹാർഡ്വെയർ ആണെങ്കിൽ അത് ഇൻറ്റേർണൽ പെരിഫറൽ അത് വഴി വരാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പെരിഫറൽ, അതായത് പെരിഫറൽ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വഴി അത് ഒക്കർ ചെയ്യാം. Now hardware interrupts from the internal devices. The internal hardware sources differ in different processors or microcontrollers. There are number of internal hardware interrupt sources which can interrupt an ongoing program, but these are specific to the processor or microcontroller or the internal device hardware. A typical example is timer overflow interrupt generated by the microcontroller hardware. അതായത് ഇവിടെ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഇൻറ്റേർണൽ ഡിവൈസ് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഓരോ പ്രോസസ്സറിലും മൈക്രോ കൺട്രോളറിലും ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ചെയ്യാം. ആൻഡ് ഒരു പർട്ടിക്കുലർ പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിന് അത് സ്പെസിഫിക് ആയിരിക്കും. ഓക്കെ. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ടൈമർ ഓവർഫ്ലോ ഇൻട്രപ്റ്റ്, അതായത് ടൈമർ എപ്പോഴാണോ അതിൻ്റെ കൗണ്ട് മാക്സിമം ആവുന്നത്, അല്ലെങ്കിൽ അത് ആ കൗണ്ട് എത്തിക്കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്യും. Then hardware interrupts from the external devices. There can be interrupting pulses from external hardware sources for interrupting an ongoing program. Here the external interrupting sources may also provide the ISR address or the vector address. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് ഇൻട്രപ്റ്റിംഗ് പൾസസ് വരാം. ഓക്കെ, ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് പൾസസ് വരാം. ആൻഡ് അതിനൊരു ISR അഡ്രസ്സ് കൊടുക്കും. ആ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വെക്ടർ അഡ്രസ്സാണ്, അതിലേക്കായിരിക്കും പോകുന്നത്. Now software interrupt sources, that is software sources for the interrupts are related to processor while detecting the computational error during the execution. For example, a divide by zero, invalid opcode fetch, overflow, etc. A software interrupt can also occur due to the execution, that is software interrupt instructions such as SWI, INT, etc. in 8085 or 8086 microprocessors. അതായത് ഇവിടെ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത്
അത് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ നടക്കുന്ന സമയത്ത് എറർ വരുന്നുണ്ടെങ്കിൽ ആ സമയത്താണ് ഈ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ടാവുക. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിവൈഡ് ബൈ 0, അതായത് 0 വെച്ച് ഡിവൈഡ് ആയി പോകുന്നുണ്ടെങ്കിൽ ദെൻ ഏതെങ്കിലും ഒരു ഓപ്കോഡ് ഫെച്ച് ഇൻവാലിഡ് ആണെങ്കിൽ ദെൻ ഓവർഫ്ലോ, ദാറ്റ് മീൻസ് അതിൻ്റെ സൈസ് ഓഫ് ദ റിസൾട്ട് കൂടുന്നുണ്ടെങ്കിൽ, ആൻഡ് ദേ മേ ഓക്കർ ഡ്യൂ ടു ദ ഇൻസ്ട്രക്ഷൻസ്. ചില സമയത്ത് ഇൻസ്ട്രക്ഷൻസ് കാരണം സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് വരാം. ദാറ്റ് ഈസ് SWI അല്ലെങ്കിൽ INT എന്ന ഇൻസ്ട്രക്ഷൻസ് വഴിയാണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ഒക്കർ ചെയ്യുന്നത്.